രക്തസാക്ഷി മണ്ഡപങ്ങൾ അവർ വീണ്ടും ഉണ്ടാക്കുന്നത് പാർട്ടിക്ക് അണികൾ ഉണ്ടാക്കാനും കുറച്ച് സാഹചര്യം ഉണ്ടാക്കാനും വേണ്ടി മാത്രമായിരിക്കും. പൊതുജന എന്നും കഴുതകളല്ലേ ആവത്തുള്ളൂ. ഭീകരന്മാരുടെ ഒരു സംഘടനയായി മാറിയിരിക്കുക CPM അവരുടെ സംഘടന. ഇതൊക്കെ നമ്മളെ ഓരോന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളെ സൃഷ്ടിയല്ലേ ഈ പറഞ്ഞോണം. പാർട്ടി തന്നെ ഇപ്പൊ അതിനെ തള്ളി പറഞ്ഞല്ലോ, അവരായിട്ടുള്ള ആളുകളല്ല മരണപ്പെട്ടെന്നുള്ള കാര്യം പറഞ്ഞല്ലോ. ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ അത് വലിയ വിലയുള്ളതാണ്, മനസ്സിലാക്കണം. ഇതിന് അവരോടൊരു നീതി നമ്മുടെ സർക്കാർ കാണിക്കണം, അതേ ഉള്ളൂ നമുക്ക് പറയാം. ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ മരണപ്പെട്ടവർക്ക് രക്തസാക്ഷി മണ്ഡപം നിർമ്മിച്ച് CPM. കണ്ണൂർ പാനൂരിലാണ് സംഭവം. അന്ന് മരണപ്പെട്ടവർക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ CPM ഇന്ന് അവർക്ക് വേണ്ടി രക്തസാക്ഷി മണ്ഡപം നിർമ്മിക്കുകയാണ്. ചോദിക്കാൻ നമുക്ക് ജനങ്ങളോട്, ഈ രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നത് ശരിയാണോ? ഒരിക്കലും നല്ല കാര്യമല്ല. EP ജയരാജനാണ് ഗോവിന്ദൻ മാഷാണ് ഇടയ്ക്ക് അത് പറഞ്ഞത്, പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ല. പിന്നെ ഈ കഴിഞ്ഞ ആഴ്ചയാണ് അവർ രക്തസാക്ഷി മണ്ഡപം ഉദ്ഘാടനമൊക്കെ ചെയ്തത്. ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. അത് നല്ലൊരു പ്രവണതയല്ല. രാഷ്ട്രീയ പാർട്ടികൾ അവർ ബോംബ് നിർമ്മാണം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചേർന്ന ഒരു പ്രവണതയല്ല. ജനാധിപത്യ വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് ഒരിക്കലും ചേർന്ന രീതിയല്ല അത്. അക്രമവാസനകൾ, പ്രത്യേകിച്ചും TP ചന്ദ്രശേഖരൻ്റെ വധത്തോട്ട് ബന്ധപ്പെട്ട് ശരിക്കും ആരോപണങ്ങൾ നേരിട്ട പാർട്ടിയാണ് CPM. അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ അത് ചെയ്യേണ്ട കാര്യമില്ല. അത് പ്രത്യേകിച്ചും ഇത് ഇങ്ങനെയുള്ള അവർക്കുള്ള ജാമ്യാപേക്ഷയും കേസ് നടത്തിപ്പും ഒക്കെ പലപ്പോഴും ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ചാണ് നടത്തുന്നുള്ള കൂടെ ധാരണ നമുക്ക് വേണം. പിന്നെ ഈ രക്തസാക്ഷി മണ്ഡപങ്ങൾ അവർ വീണ്ടും ഉണ്ടാക്കുന്നത് പാർട്ടിക്ക് അണികൾ ഉണ്ടാക്കാനും കുറച്ച് സാഹചര്യം ഉണ്ടാക്കാനും വേണ്ടി മാത്രമായിരിക്കും, അല്ലാതെ പെട്ടെന്നല്ല. അത് ശരിയാണോ തെറ്റാണോ ഭരിച്ചോണ്ടിരിക്കുന്നല്ലോ തീരുമാനിക്കും. നമ്മൾ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ തീരുമാനിക്കും, അത് പ്രവർത്തിക്കും. അല്ല നമുക്ക് പറയാം. പൊതുജന എന്നും കഴുതകളല്ലേ ആവത്തുള്ളൂ. തീരുമാനിക്കുന്നല്ല അവർ, നമുക്കൊന്നും പറയാം. ഏത് പാർട്ടി ഭരിച്ചാലും ആ ഭരിക്കുന്നവർ തീരുമാനിക്കുന്നത് അതല്ലേ തന്നെ മര്യാദ. പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഭരണദാതാക്കൾ പറയുന്ന നമ്മളെ അംഗീകരിക്കുക, അത്രയല്ല നമുക്കൊന്നും പറയാൻ. പ്രത്യേകിച്ച് അന്നേരം ജനം ഒരുമിച്ച് ഇറങ്ങും, ഇത്രയേ ഉള്ളൂ. അല്ല കണ്ണൂർ പാനൂരുണ്ടായ ബോംബ് നിർമ്മാണത്തിനിടയ്ക്ക് കുറച്ച് ആൾക്കാർ മരിക്കുകയുണ്ടായി. അപ്പോൾ അന്ന് CPM എന്ന രാഷ്ട്രീയ പാർട്ടി പറഞ്ഞു അവർക്ക് ആൾക്കാരായിട്ട് ബന്ധവുമില്ല, രാഷ്ട്രീയ പ്രവർത്തനം അല്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് അതേ രാഷ്ട്രീയ പാർട്ടി തന്നെ അവർക്ക് വേണ്ടി രക്തസാക്ഷി മണ്ഡപം നിർമ്മിക്കുന്നു. CPM പോലെ രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നതിനോട് ചേട്ടൻ യോജിക്കുന്നുണ്ടോ? ചേട്ടൻ അഭിപ്രായം? യോജിക്കുന്നില്ല. അത് അവര് ബോംബ് വെച്ച പാർട്ടികൾ തന്നെ, അവര് അങ്ങനെ ചെയ്യരുത്. ആരും അവരിപ്പോ ചെയ്യുന്നു, നമുക്ക് എന്ത് പറയാൻ പറ്റും? ചേട്ടൻ യോജിക്കുന്നില്ല. യോജിക്കുന്നില്ല. കണ്ണൂർ പാനൂരിലെ ബോംബ് നിർമ്മാണത്തിനിടയ്ക്ക് ഒരു സ്ഫോടനം ഉണ്ടായി, ആൾക്കാർ മരിക്കുകയുണ്ടായി. അപ്പൊ അന്ന് CPM രാഷ്ട്രീയ പാർട്ടി പറഞ്ഞു മരിച്ച ആൾക്കാർക്ക് പാർട്ടിയുമായി ബന്ധവുമില്ലെന്ന്. പക്ഷെ ഇന്ന് അതേ രാഷ്ട്രീയ പാർട്ടി തന്നെ അവർക്ക് വേണ്ടി രക്തസാക്ഷി മണ്ഡപം നിർമ്മിച്ചു നൽകുന്നു. CPM എന്ന രാഷ്ട്രീയ പാർട്ടി ഇത്തരം പ്രവണത ചെയ്യുന്നത് ശരിയായിട്ട് സാറിന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒരിക്കലും അങ്ങേറ്റം മോശപ്പെട്ട പ്രവണതയാണ്. എല്ലാം എന്തോ നമ്മൾ പറയാനാ, അങ്ങേറ്റം മോശപ്പെട്ട പ്രവണത. ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ അത് വലിയ വിലയുള്ളതാണ്, മനസ്സിലാക്കണം. അതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ അനിയനെ അറിയാൻ സാധിക്കുമല്ലോ, അത് മനസ്സിലാക്കുക. അത് അങ്ങേറ്റം മോശമായ പറ്റുന്ന കാര്യമല്ല. അല്ല, നമുക്ക് അംഗീകരിക്കാൻ ഒക്കത്തില്ല ഒരിക്കലും. ഒരു കോടതി ജാമ്യം കൊടുക്കില്ല. ഇതൊക്കെ നമ്മളെ ഓരോന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളെ സൃഷ്ടിയല്ലേ ഈ പറഞ്ഞോണം. പാർട്ടി തന്നെ ഇപ്പൊ അതിനെ തള്ളി പറഞ്ഞല്ലോ, അവരായിട്ടുള്ള ആളുകളല്ല മരണപ്പെട്ടെന്നുള്ള കാര്യം പറഞ്ഞല്ലോ. അല്ല, നിലവിൽ ഇപ്പം പാർട്ടിയാണ് ഇവർക്ക് രക്തസാക്ഷി മണ്ഡപം നിർമ്മിച്ച് നൽകുന്നത്. പാർട്ടി നിർമ്മിച്ച് നൽകി. അപ്പൊ അത് ശരിയാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ അവിടുത്തെ പാർട്ടി നേതൃത്വങ്ങൾ പറഞ്ഞല്ലോ എന്താണെന്നുള്ളത്. കൃത്യമായിട്ടുള്ള വസ്തുത ഇപ്പം മാധ്യമങ്ങൾ പറയുന്നതല്ലാതെ നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ലല്ലോ എന്താണെന്നുള്ളത്. നൽകിയെങ്കിൽ ശരിയാണോ? അല്ലല്ലോ, അത് തന്നെ. അതിപ്പോ നമുക്ക് ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് അറിയാതെ നമ്മൾ അതിനകത്ത് അഭിപ്രായം പറയുന്നത് ശരിയാണ്. ഏത് പാർട്ടി ആയാലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിലുള്ള പ്രവർത്തി ചെയ്യുന്നതോട് ഞാൻ യോജിക്കുന്നില്ല. അക്രമ രാഷ്ട്രീയത്തിന് അതിർത്തി വരുത്തണമെന്നാണ് ജനങ്ങളുടെ പൊതുവായ അഭിപ്രായം. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് ഇങ്ങനെയുള്ള ഓരോ നടപടിക്രമങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. സമയത്ത് പറയണ്ടായി, CPMന്റെ പാർട്ടി സെക്രട്ടറിന് പറയണ്ടായി, ഞങ്ങൾ പാർട്ടിയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, പാർട്ടി പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ പ്രതികളാണെന്ന് പറഞ്ഞ് ആ പാർട്ടി സെക്രട്ടറി ഇപ്പം മലക്കം പറയുന്നുണ്ട്. ഇപ്പം ചോദിച്ച സമയത്ത് എനിക്കത് പ്രതികരിക്കാൻ താല്പര്യമില്ല, എനിക്ക് മറുപടി ഇല്ലെന്ന് പറയുന്നത്. അക്രമികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണിത്, ഏത് പാർട്ടിയുടെ ആയാലും. അത് നമുക്ക് സാധാരണ ജനങ്ങൾ അത് ഉൾക്കൊള്ളില്ലെന്നാണ് എൻ്റെ. ശരിയല്ല, ഒട്ടും ശരിയല്ല നടപടിയല്ല. അപ്പം അതിന് ജനങ്ങൾ അതിനോട് യോജിക്കത്തില്ല.
പക്ഷെ അപ്പൊ അന്ന് പറഞ്ഞ ഒരു CPM രാഷ്ട്രീയ പാർട്ടിക്കാരെ അല്ല, പാർട്ടിക്കാരെ ഒന്നും അല്ല, പാർട്ടിയായിട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ നിർമ്മിച്ച പാർട്ടിക്കാരനായിരുന്നു. ചേട്ടന്റെ ഇതില് നിഗമനത്തിൽ എന്താണ്? പാർട്ടിക്കാരായതുകൊണ്ടല്ലേ ഇത്? പാർട്ടിക്കാരായോണ്ട് അതല്ല അതിനോട് അനുകൂലിച്ചവര് നടത്തിയേക്കുന്നത്. കണ്ണൂർ പാനൂരിലെ ബോംബ് നിർമ്മാണത്തിനിടയ്ക്ക് കുറച്ച് ആൾക്കാർ മരിക്കുകയുണ്ടായി. അപ്പം അന്ന് രാഷ്ട്രീയ പാർട്ടിയെ CPM പറഞ്ഞത് അവർക്ക് രാഷ്ട്രീയ പാർട്ടിയുമായിട്ടൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് നിലവിൽ ഇപ്പം അവർക്ക് വേണ്ടി രക്തസാക്ഷി മണ്ഡപങ്ങൾ നിർമ്മിക്കുന്നു. അപ്പൊ അതിനോട് യോജിക്കുന്നുണ്ടോ ചേട്ടൻ? ഇല്ല. എന്റെ ചേട്ടന്റെ അഭിപ്രായം എന്താണ്? അത് ശരിയായ മരിച്ച കക്ഷികൾ അവരുടെ പാർട്ടിക്കാർ തന്നെ അന്ന് കളവ് കയറുന്നില്ല. അത് തെളിഞ്ഞപ്പോഴാണ് വീണ്ടും ഇപ്പൊ അവര് ചൂട് മാറ്റി അവർക്ക് രക്തസാക്ഷി മണ്ഡപം നിർമ്മിച്ച് അവരെ ആദരിക്കുന്ന പ്രവണതയ്ക്ക് എത്തിയത്. ഓക്കെ അല്ലേ? അവരുടെ പാർട്ടിക്കാർ തന്നെ ആയിരുന്നു അന്നൊരു കളവ് പറഞ്ഞു. ഇപ്പൊ അവരെയും അവരുടെ കുടുംബത്തിനെയും രക്ഷിക്കുന്നതിന് വേണ്ടി രക്തസാക്ഷികൾ അവരുടെ പ്രീതി സമ്പാദിക്കാം. അത് വ്യക്തമായ സത്യ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അതറിയാവും. അത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ പാർട്ടിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നവരാണ്. ഈ കൊല്ലം 5 വർഷം ഇവര് ഭരിക്കാതെ 5 കൊല്ലം മറ്റൊരായിരുന്നു. ഈ ആര് ഭരിക്കുന്നെങ്കിലും അവരുടെ ഒരു കാര്യമില്ല പറയാം. സാധാരണക്കാർ ഈ ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഒരു 100 രൂപ പ്രൈസ് അവർക്ക് കിട്ടാതെ എത്രമാത്രം സങ്കടപ്പെടുന്ന അറിയാമോ ഈ ടിക്കറ്റിന്. ഞങ്ങൾ തന്നെ ഇവിടെ അൻസോട് വന്ന് നമുക്ക് ജീവിക്കാൻ നിർത്തിയില്ല, 2 കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അങ്ങനെ എന്നെ പോലെ തന്നെ ഒത്തിരി ജനങ്ങൾ ഇതേന്നും പറഞ്ഞ് നടക്കുന്നു. അവർക്കൊരു പ്രൈസ് കൊടുക്കുക, നമ്മുടെ സർക്കാരിനോട് അത് പറയാനുള്ളത്. ഒരു 100 രൂപ കിട്ടിയാൽ നാളെ അവർ വന്ന് ടിക്കറ്റ് എടുക്കും, അല്ലെങ്കിൽ അവർ എടുക്കത്തില്ല. അങ്ങനെ നരയിക്കുന്ന ഒത്തിരി ജനങ്ങളുണ്ട്. കണ്ണും കൈയും ഇല്ലാത്തവർ, പിന്നെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഭർത്താക്കന്മാരില്ലാത്തവർക്ക് ഈ ഒരു തൊഴിലാണ്. ഇതിന് അവരോടൊരു നീതി നമ്മുടെ സർക്കാർ കാണിക്കണം. അതേ ഉള്ളൂ നമുക്ക് പറയാം. പൊതുജനങ്ങളുടെ വേദിയിൽ ഇറങ്ങണം. ഒത്തിരി പേര് കാലും കൈയും ഇല്ലാത്ത ഞങ്ങൾ തന്നെ ഈ ടിക്കറ്റ് വിറ്റാലേ ഇന്ന് എന്റെ മക്കൾക്ക് കഴിയാൻ പറ്റത്തുള്ളൂ. ഇത് ഈ അൻസോടായിട്ട് ഈ മഴയായിട്ട് കിടക്കുമ്പോൾ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. അതിനൊരു നീതി പുലർത്തണം. അത്രേ ഉള്ളൂ പറയാം. ഇത്ര ജനങ്ങളായ സർക്കാരിന് ഈ പണം ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ ലോട്ടറിയുടെ കൊണ്ട്. പ്രധാന വരുമാനം ലോട്ടറി. അതിനകത്ത് ഒരു ഇത് ഒന്ന് കണ്ണു കൂട്ടിക്കണം. ഈ എല്ലാ ഇതും കൊണ്ട് നടക്കുന്നവർ ഇത് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണമെന്നൊരു വാക്കേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട്. നമ്മളെ കണ്ണൂർ പാനൂരിലെ ഒരു ബോംബ് നിർമ്മാണത്തിനിടയ്ക്ക് സ്ഫോടനമുണ്ട്, കുറച്ച് ആൾക്കാർ മരിക്കുകയുണ്ടായി. അപ്പം അന്ന് CPM രാഷ്ട്രീയ പാർട്ടി പറഞ്ഞു ഈ മരിച്ചവർക്ക് പാർട്ടിയുമായിട്ടൊരു ബന്ധവുമില്ലെന്ന്. പക്ഷെ ഇന്ന് അതേ രാഷ്ട്രീയ പാർട്ടി തന്നെ അവർക്ക് രക്തസാക്ഷി മണ്ഡപം നിർമ്മിച്ചു നൽകുന്നു. അതിന് ചേട്ടന്റെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം സാമൂഹ്യപരമായിട്ട് പറയുന്നത് ഇപ്പോ അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്യുന്നതെന്ന് പറയും. അതൊരു കാലഘട്ടം കഴിയുമ്പോൾ അവർ വീണ്ടും പറയും അത് അവർ നമ്മളാളാണ്. ഇപ്പൊ നമുക്കിപ്പോ എന്ത് പറയാനായിരുന്നു? അത് നീതിയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതാണ് നടക്കുന്നത്. അതിപ്പം ഒരു പാർട്ടിന്നല്ല, പിന്നെ അവരിപ്പം ബോംബുണ്ടാക്കിയോ മറ്റു കാര്യങ്ങളോ അല്ല. എല്ലാ പാർട്ടിയും ആദ്യം ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ തെറ്റല്ല, അവർ ഞങ്ങളുടെ ആളല്ല എന്നൊക്കെയാ പറയുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും അവരെ ആ പ്രസ്ഥാനത്തിലെടുക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിയല്ല, അതൊരിക്കലും ശരിയല്ല. പാർട്ടിയുടെ എല്ലാം കളിയായിരിക്കും ഇതെന്നാ എനിക്ക് പറയാനുള്ളത്. എന്താ നമ്മള് വിചാരിക്കുന്നതിനെ ചെയ്യുന്നതൊക്കെ അവര് ചെയ്യിക്കുന്നത് അവരാണെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്തിട്ടെന്തോ കാര്യമെന്ന് ജനങ്ങളായ നമുക്ക് ചോദിക്കാനുള്ളത്. എല്ലാം ചെയ്യിച്ചവരാണെങ്കിൽ പിന്നെന്തോ അങ്ങനെ ചെയ്തിട്ട് കാര്യം എന്നാ നമുക്കറിയത്തില്ല ആരാ ചെയ്യിച്ചെന്നോ ചെയ്തേന്നോ ഒന്നും. പക്ഷെ അങ്ങനെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതെന്തോ അത് കളി തന്നെ ആയിരിക്കും പാർട്ടിയുടെ. എല്ലാ ഒരു ഗെയിമല്ലേ ജീവിതം തന്നെ. ഒരു പാനൂരിലെ ഈ ബോംബ് നിർമ്മാണത്തിനിടയ്ക്ക് സ്ഫോടനം ഉണ്ടായി, കുറച്ച് ആൾക്കാർ മരിക്കുകയുണ്ടായി. അപ്പം അന്ന് രാഷ്ട്രീയ പാർട്ടിയെ CPM പറഞ്ഞു മരിച്ചവർക്ക് പാർട്ടിയുമായിട്ടൊരു ബന്ധവുമില്ലെന്ന്. പക്ഷെ ഇന്ന് അതേ CPM തന്നെ അവർക്ക് രക്തസാക്ഷി മണ്ഡപം നിർമ്മിച്ച് നൽകുന്നു. അപ്പൊ അതിന്റെ ചേട്ടന്റെ അഭിപ്രായം എന്താണ്? അത് ശരിയായ പ്രവണതയാണോ? ശരിയല്ല. അത് ഇപ്പൊ ഒന്നും പറയാക്കത്തില്ല. കാര്യം പറയാനുള്ളത് ഇപ്പൊ അങ്ങനെയുള്ള കാലങ്ങൾ ആരടുത്ത് എന്തെങ്കിലും പറയിച്ച് കഴിയുമ്പോൾ വാളും പിച്ചാത്ത വരികയാണ്. നമ്മൾ അത്താപാടി ജീവിക്കണം. അതുകൊണ്ട് പാവപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ആൾക്കാർ അവരെ തന്നെ നമ്മൾ കൈയും കാലും കൈ എടുക്കും. അവർക്ക് നമ്മൾ കേസില്ല, നമ്മൾ അത്താപ്പാടും. അതുകൊണ്ട് ഈ കാലത്ത് ആരടുത്തൊന്നും പറയാക്കത്തില്ല. അതുകൊണ്ട് കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടയ്ക്ക് സ്ഫോടനം ഉണ്ടായി, കുറച്ച് ആൾക്കാർ മരിക്കുകയുണ്ടായി. അപ്പം അന്ന് CPM രാഷ്ട്രീയ പാർട്ടി പറഞ്ഞു മരിച്ചവർക്ക് പാർട്ടിയുമായിട്ടൊരു ബന്ധവുമില്ലെന്ന്. എന്നിട്ട് ഇന്ന് അതേ രാഷ്ട്രീയ പാർട്ടി തന്നെ അവർക്ക് വേണ്ടി രക്തസാക്ഷി മണ്ഡപം നിർമ്മിച്ച് നൽകുന്നു. CPM രാഷ്ട്രീയ പാർട്ടി ഇത്രയും പ്രവണത ചെയ്യുന്നത് ശരിയാണോ? അഭിപ്രായം എന്താണ്? ശരിയല്ലെന്നല്ല, അവരിപ്പം ചെയ്യുന്നതെല്ലാം ശരിയാണ്. അല്ല, എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കയറി ഇപ്പം അടുത്ത ഡയലോഗ് മാറ്റി എല്ലാം സെറ്റാക്കി. ഞങ്ങളൊക്കെ കഷ്ടപ്പെടുക, ശമ്പളമൊന്നും കിട്ടുന്നില്ല. കണ്ണൂർ പാനൂരിലെ ബോംബ് നിർമ്മാണത്തിനിടയ്ക്ക് സ്ഫോടനമുണ്ടായി, കുറച്ച് ആൾക്കാർ മരിക്കുകയുണ്ടായി. എന്നാ ഇന്നോ
ഇന്നല്ല, കുറച്ച് നാളുകളായി. അപ്പം ആ സമയത്ത് CPM എന്ന രാഷ്ട്രീയ പാർട്ടി പറഞ്ഞു അവർക്ക് ഈ പാർട്ടിക്ക് ഇതിനകത്ത് ബന്ധവുമില്ല, അവർ പാർട്ടിക്കാരല്ലെന്ന് പറഞ്ഞു. ഇത് അതേ രാഷ്ട്രീയ പാർട്ടി തന്നെ ഇപ്പം അവർക്ക് വേണ്ടി രക്തസാക്ഷി മണ്ഡപം നിർമ്മിച്ച് നൽകും. അതിനോട് ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? അതിന് പ്രത്യേകിച്ച് രാഷ്ട്രീയ അഭിപ്രായങ്ങളൊന്നുമില്ല. പിന്നെ അങ്ങനെ ഇല്ല, അങ്ങനെ അവര് പ്രത്യേകിച്ച് രാഷ്ട്രീയ ബന്ധങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ രാഷ്ട്രീയ അഭിപ്രായത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനില്ല. ഇതെന്ന് പറയുന്നത് ഈ ഭീകരന്മാരുടെ ഒരു സംഘടനയായി മാറിയിരിക്കുക CPM അവരുടെ സംഘടന. കാര്യം ഈ ബോംബ് സാധാരണ കുറിച്ച് വേറെ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അത് തന്നെ. കാര്യം നമ്മളെ മുഖ്യമന്ത്രി തന്നെ ഇപ്പം പഴയ കേസിലെ ഒരു പ്രതിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നല്ല ആളുകളാണ് ഈ ഭരണ രീതിയിലേക്ക് വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പം അങ്ങനെയൊന്നും അല്ല. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ കുറേ ആളുകൾ ഇവരുടെ ഇത് പറ്റി ജീവിക്കുന്നവരുണ്ട്. അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് ഇപ്പം ഇത് പോകുന്നത്. അതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കേരളത്തിലെ ആളുകളുടെ ഒരു തലവിധി എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം നന്മയും നല്ലതും ഒന്നും ഈ ലോകത്ത് എന്ന് പറയുന്നത് ആവശ്യമില്ലാതെ വന്നിരിക്കുക, പ്രത്യേകിച്ചും കേരളത്തിൽ. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. കാര്യം ഇതൊക്കെ ഇവിടെ നടക്കത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഇനിയിപ്പം ഞാനിത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ പുറകെ വരാൻ ആളുകൾ കാണും. ഇവനിത് പറഞ്ഞു, ഇവനെ കോർണർ ചെയ്ത് ഇത് ചെയ്യിക്കാൻ ഇവിടെ ആളുകളുണ്ടാവും. അപ്പം അതുകൊണ്ട് ഞാനും അല്ലെങ്കിൽ ഒരു ബോംബ് ഉണ്ടാക്കുന്നവനായി മാറണം. കാര്യം ഒരെണ്ണം ഉണ്ടാക്കുമ്പോൾ അടുത്ത് തിരിച്ച് ഉണ്ടാക്കി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരാളായി മാറണം. അപ്പം അതെന്ന് പറയുക ഈ പറച്ചിലൊന്ന് പ്രവൃത്തി വേറൊന്ന് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതിപ്പം ഇവരായാലും ശരി തന്നെ കുറേ മിനിയേച്ചറിൽ അടുത്ത ആളുകളും അങ്ങനെ തന്നെ. അടുത്ത ആളുകളിലും അവരുടെ നേതാക്കന്മാരെല്ലാം ഇതേപോലെ ഈ ബലപ്രയോഗത്തിലൂടെ വരുന്ന കുറേ ആളുകൾ തന്നെ. അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, അതായത് നല്ലവർക്കൊന്നും രാഷ്ട്രീയത്തിൽ ഇപ്പം വരാൻ പറ്റത്തില്ല. നല്ലവർക്കെന്ന് പറഞ്ഞാൽ ഒരു നല്ല സ്വഭാവം, അച്ചടക്കവും അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നന്മയൊക്കെ ഉള്ള ആളുകൾക്കൊന്നും ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. നമ്മളുടെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളെല്ലാം അത് തന്നെ. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മളൊന്നും പറയാതിരിക്കുക. നമ്മളുടെ വിധി കേരളീയരുടെ എന്ന് പറയുമ്പോൾ അതെ വിധി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഒരു തലമുറ, ഒരു യുഗം അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു വിധിയാണ്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബോംബ് എന്ന് പറയുന്നത് ബോംബ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഇവിടെ പോലീസുണ്ട്, ഇവിടെ ഭരണവർഗമുണ്ട്. ഇതെല്ലാവരുടെയും കണ്ണടച്ചുള്ള അനുവാദത്തോടു കൂടി തന്നെ ഇത് സംഭവിക്കുന്നു. അല്ലാതെ ഒന്നും സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭീകര പ്രസ്ഥാനങ്ങൾ എന്താണോ ആ ഒരു അവസ്ഥയിലേക്ക് രാഷ്ട്രീയം പറഞ്ഞുള്ള ഒരു രീതിയിലേക്ക് വരികയല്ല, വന്നു കഴിഞ്ഞു. എൻ്റെ ഈ അഭിപ്രായം കഴിഞ്ഞിട്ട് ഒരുപക്ഷെ നാളെ എന്നെ നശിപ്പിക്കാനുള്ള ആളുകൾ ഇതിൻ്റെ പുറകെ പറയല്ലോ സൈലന്റ് സെല്ലുകളോ നശിപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം ഇവർക്കുണ്ട്. സ്ലീപ്പർ സെല്ലുകൾ ഇതിൻ്റെ പുറകെ ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു കണക്ഷനാണ്. എല്ലായിടത്തും ഇവർക്ക് കണക്ഷനാണ്. എന്ത് ചെയ്യാം, എങ്ങനെ ആളുകളെ സൈലന്റ് ആക്കാം എന്നുള്ളതിന് ഒരു പ്രത്യേക വിഭാഗം വേറെയുണ്ട്. അതിന് നമ്മുടെ പോലീസുകാരും അതിനനുസരിച്ച് ഇപ്പോഴത്തെ പല സംഭവങ്ങളും അങ്ങനെയല്ലേ. അന്വേഷിക്കേണ്ട കാര്യം അന്വേഷിക്കത്തില്ല, ചെയ്യേണ്ട കാര്യം ചെയ്യത്തില്ല. അപ്പം ഇവിടെ ന്യായവും യുക്തിയും അല്ലെങ്കിൽ അത് ഒന്നും ഇന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു തലമുറയുടെ അല്ലെങ്കിൽ ഒരു യുഗത്തിന്റെ വിധിയാണ് വിധി. ആദ്യം അവര് അല്ലെന്ന് പറഞ്ഞു, ഇപ്പൊ ഇത് രക്തസാക്ഷി മണ്ഡപം നിർമ്മിച്ചു കൊടുക്കുന്നല്ലേ. അപ്പൊ അല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ നിർമ്മിച്ചു കൊടുക്കുന്ന പറയാൻ അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. അതേ നമ്മുടെ സമീപനം.